ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷെറിൽ. വെക്കേഷൻ എൻഡ് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ നമ്മൾ എവിടെ പോകുമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് പാലക്കാട്. പാലക്കാട് നമ്മൾ കൊല്ലങ്കോടും പിന്നെ സീതാർകുണ്ട് വാട്ടർഫാൾസും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് മലമ്പുഴ ഡാമും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഫ്ലവർ ഷോ. അപ്പോൾ ഇതാണ് വരുന്നത് അവിടേക്കുള്ള എൻട്രി. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 150 റുപ്പീസാണ്. ടിക്കറ്റ് കുറച്ച് ഹൈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കയറി വരുമ്പം തന്നെ നമുക്ക് എൻട്രൻസിൽ കാണുന്നത് ഇതേപോലുള്ളൊരു ആംബിയൻസ് ആണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏകദേശം അടിപൊളി സ്പോട്ടായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലവേഴ്സ് കൊണ്ടുള്ള കുറേ ആർച്ചുകളാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇതൊന്നും ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല കേട്ടോ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. പക്ഷേ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് കാണാനായിട്ട്. വ്യത്യസ്ത രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്പോട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നൊരു നല്ല സ്പോട്ടാണ്. പിന്നെ ഒരുപാട് രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നേ. അപ്പോൾ നമുക്ക് ഇത് കുറേ ആർച്ചുകളായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോരോ ശില്പങ്ങളായിട്ട് അവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു അക്വേറിയം സ്വിമ്മിംഗ് പൂൾ മോഡലൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അവിടെ നമുക്ക് കാണാനായിട്ട്. പാലക്കാട് ഇപ്പം കുറച്ച് ചൂടൊക്കെ കുറവുള്ളൊരു ടൈമാണ്. ഇപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ. പിന്നെ നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് ഫ്ലവേഴ്സ് ഹാങ് ചെയ്ത പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ് ഇതും. നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടാണ് അതിൻ്റെ ഇടയിൽ ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സൊക്കെ അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവനിങ് ആണ് കുറച്ചും കൂടി ഇത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സെറ്റപ്പ്. എല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, ഒന്നും ഒറിജിനൽ ഫ്ലവേഴ്സാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഓരോരോ ബേർഡ്സിൻ്റെ ഷേപ്പുകൾ, എലിഫൻറ്റ്, എയ്റോപ്ലെയിന്, അങ്ങനെ ഒരുപാട് ഷേപ്സിലാണ് അവരിവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ആർച്ച് തന്നെയാണുള്ളത്. ഇതങ്ങനത്തിലൊരു പാരറ്റിൻ്റെ ഷേപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷേപ്സിൽ അവർ ഓരോന്ന് നമുക്ക് കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. മെയിനായിട്ട് അതാണ് ഇവിടെ ഫോട്ടോ പോയിൻറ്റ്സാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു എയ്റോപ്ലെയിൻ്റെ സ്ട്രക്ചറാണ്. അതേപോലെ എലിഫൻറ്റിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ കുറേ സ്പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ആർക്കും പാടാമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്, ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ആയിട്ട്, ജസ്റ്റ് കാണാനായിട്ട് പറ്റും. ഫോട്ടോജനിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതലും ഫോട്ടോ സ്പോട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ 150 എന്ന് പറയുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. എനിവേ ഇതൊരു എൻട്രൻസ് ആണ്. അതിൻ്റെ വലിയൊരു പരുന്തിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. സോ താങ്ക് യു.